കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആ പോലീസുകാരന്റെ വെടിയേറ്റ് ഷിനിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവനും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയം അവനും അബോധാവസ്ഥയിലായിരുന്നു. ശേഷം അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവനും മരിച്ചു പോയിരുന്നു. അവന്റെ പ്രേതത്തിനും ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. ഞാൻ ശരിക്കും മരിച്ചോ? ആ സമയം ആ കുട്ടിയുടെ പ്രേതവും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഷിനിനാണെങ്കിൽ അവനെ കണ്ടപ്പോ മനസ്സിലായതുമില്ല. അവൻ ആരാണെന്ന് പോലും അവൻ അറിയില്ല. ആ കുട്ടിയും നിങ്ങള് അവിടേക്കൊന്ന് നോക്കണം. നോക്കുമ്പോ അവന്റെ റിലേറ്റീവ്സ് എല്ലാം തന്നെ ഇവനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വല്ലാത്ത ഷോക്കിലാണ്. അമ്മയും എന്റെ മകന് ഇതെന്താ പറ്റിയത്? പെട്ടെന്ന് ഒരു വെളിച്ചം അവനും കാണുന്നുണ്ട്. കുട്ടിയും തടഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകരുത്, ഷിന്നിന്റെ അമ്മയും എന്റെ മകനെ രക്ഷിക്കണം എന്ന് പറയുമ്പോ ഡോക്ടറും ഞങ്ങൾ ഒരുപാട് തവണ CPR കൊടുത്തു നോക്കി, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. ഇവിടെ കുട്ടിയും നിങ്ങൾ എന്നോട് പറഞ്ഞതല്ലേ എന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരാമെന്ന് എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ സമയം ഇവന്റെ പേരും ഇവൻ മരിച്ച ആ ഒരു ടൈമും ഡേറ്റും പറയുന്ന സമയം പെട്ടെന്ന് ഇവന് ഹാർട്ട് ബീറ്റ് വരുന്നുണ്ട്. ഡോക്ടർമാരും അവിടേക്ക് ഓടി വരുന്നുണ്ട്. ഷിന്നും ഉണരുന്നു. എല്ലാവർക്കും അത് കാണുമ്പോഴാണ് ഒരു ആശ്വാസമാകുന്നത്. ഇവിടെ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയം ആ കുട്ടിയും ഷിന്നിനോട് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവനും ഹാൻഡ് വല്ലാതെ കരയുകയായിരുന്നു. നിങ്ങൾ എവിടെയാണെന്ന് അറിയാനായിട്ട് സാധിച്ചില്ല, അവർക്ക് കൂടെ ഉണ്ടാവാനായിട്ട് കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോ അവനും സന്തോഷമാകുന്നുണ്ട്. അവള് ഒരുപാട് കരഞ്ഞു. ആ സമയം ഹാൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. സിഹോയും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ അവനും അത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പേടിച്ചുപോയി. ഇങ്ങനെയുള്ള അപകടം പിടിച്ച സ്ഥലത്ത് പോകുമ്പോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാറുന്നില്ലേ? ഞാനോ നിങ്ങളുടെ അളിയനോ വരുമായിരുന്നില്ലേ? എന്തിനങ്ങനെ ചെയ്തത്? അതിനവനും എനിക്ക് എത്രയും വേഗം ഓരോ കാര്യങ്ങള് കണ്ടുപിടിക്കണമായിരുന്നു. സിഹ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്കറിയണമായിരുന്നു. നിങ്ങൾ സിഹയെ കുറിച്ച് നോക്കാൻ പോയ സമയം അവന്റെ അച്ഛൻ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിഹോ കാണാതായത് മുതൽ അവർ രണ്ടുപേരും കുറച്ച് അകൽച്ചയിലാണ്. ഡിവോഴ്സ് വേണമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെ പോകുന്നുവെന്ന് ഹാനോടും ചോദിക്കുമ്പോ ആ പോലീസുകാരനും ഒന്നും തന്നെ പറയുന്നില്ല. സിഹോയെ അയാളാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതിന് തെളിവൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ശേഷം ഷിന്നിനെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് ഷിന്നും ഒരു കാര്യം ഓർക്കുന്നത്. ഇവൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയം സിഹോയുടെ അച്ഛനും ഇവനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സിഹോയുടെ അച്ഛനല്ലേ? നിങ്ങൾക്ക് എന്റെ മകനെ അറിയാമോ? എന്നോട് പോലീസുകാര് പറഞ്ഞതാണ്. അവനെ ഒരു വർഷം മുന്നേ കാണാതായതാണല്ലേ? നിങ്ങൾ മറ്റൊരു കുട്ടിയെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടാ രക്ഷപ്പെടുത്തിയത്? അവിടെ സിഹോ ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് ഷിന്നും അയാളും വളരെ വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ഭാര്യയും വിളിച്ച് അയാൾക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. അവരുടെ അവസ്ഥ കാണുമ്പോ ഷിന്നിനും വല്ലാതെ സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിഹോയെ അവന്റെ വീട്ടിലേക്ക് അവൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല. അവനോട് ഷിൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നീ പറയുന്നത് സ്കൂൾ വിട്ട് കഴിഞ്ഞ് ആ ഒരു പോലീസുകാരൻ നിന്നെ കാറില് കൂട്ടിക്കൊണ്ടു പോയെന്നാണോ? അയാളൊരു അപരിചിതനല്ലേ? നീ എന്തിനാ അയാളുടെ കാറിൽ കയറിയത്? അതിനവനും ആ പോലീസ് ഓഫീസർ ഞങ്ങൾക്ക് ഒരു തവണ ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വളരെ നന്നായിട്ടാണ് പെരുമാറിയത്. എന്റെ കയ്യില് തോക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ രാത്രിയായപ്പോ എനിക്ക് എന്റെ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. എന്നോട് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്, നമുക്ക് നാളെ ഒരു സ്ഥലത്തേക്ക് പോകണം, അവിടെ നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ എന്നോട് അയാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തൊട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് എനിക്ക് തല വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അയാള് എന്നോട് ദേഷ്യപ്പെട്ടപ്പോ അത് കൂടുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. ഞാൻ ഉണർന്നപ്പോ നിങ്ങളുടെ ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. എന്റെ അച്ഛനെയും അമ്മയും എനിക്ക് കാണണം. നമുക്ക് അവരെ കാണാൻ പോയാലോ? ഇപ്പൊ നീ അവരെ കാണണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മയച്ഛനും സുഖമില്ലാതിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. നിന്റെ പാരന്റ്സിനും കുറ്റബോധമാണ്. അവര് കാരണമാണ് നിന്നെ നഷ്ടപ്പെട്ടതെന്ന് അവര് വിചാരിക്കുന്നുണ്ടാവും. അവരെ തന്നെ അവര് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാവും. അത് ശരിയല്ലല്ലോ. എങ്ങനെ നമുക്കത് ശരിയാക്കാനായിട്ട് സാധിക്കും? എന്നെ അവർക്ക് കാണാനോ കേൾക്കാനോ സാധിക്കില്ലല്ലോ. എന്നെ കാണുമ്പോഴെങ്കിലും അവർക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിന് ഷിനും നീ വിഷമിക്കണ്ട, ഞാനില്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. ശേഷം ഷിനും ഓഫീസിലേക്ക് വരുന്നുണ്ട്. ആ പോലീസുകാരന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഹാനും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാരൻ അയാളുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേറെന്തോ അഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിവോഴ്സ് ചെയ്തത്. ഒറ്റയ്ക്കാണ് അയാളുടെ മകനെ വളർത്തിയത്. 2 വർഷം മുന്നേ അയാള് ബാത്റൂമിൽ എന്തോ പോയിരിക്കുന്ന സമയം ഒരു ടേബിളിൽ കയറി ജനലിന്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ക്രീൻ പൊട്ടുകയും അവൻ വീണ് മരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാളുടെ മുൻപത്തെ ഭാര്യ അയാൾക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടിയെ ശരിയായി നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ കോടതി അയാളെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം അയാളൊരു പോലീസ് ഓഫീസറാണ്. അയാളുടെ ജോലിയുടെ സ്വഭാവം വെച്ചിട്ടും മറ്റുള്ള ആൾക്കാരെ രക്ഷിച്ചതുകൊണ്ടും അയാളെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ശരിയാവുന്നില്ലല്ലോ. ഒരു ആക്സിഡന്റിൽ മകനെ നഷ്ടപ്പെട്ട അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ള കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് അവരെ കൊല്ലുന്നത്? ഈ പോലീസുകാരന്റെ മകൻ വീണ് മരിച്ച സമയം അയാളുടെ വീട്ടിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ആണ് ഇവിടെ ഉള്ളത്. അതില് പിസയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അവന് പിസ വലിയ ഇഷ്ടമായിരുന്നെന്നാണ് തോന്നുന്നത്. അവൻ ഒരുപാട് കൂപ്പൺ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂപ്പൺ വെച്ച് മറ്റെന്തോ സാധിക്കാനായിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ചിന്തയിൽ നിന്ന് നോക്കിയാൽ അവൻ എന്തോ ആവശ്യമായിരുന്നു. അവന് ക്യാമ്പിങ്ങിന് പോകുന്നതാണ് താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു ഫോട്ടോയും അവിടെ ഉണ്ട്. അത് ശരിയാ, സിഹോയോട് അവൻ മരിക്കുന്നതിന് മുന്നേ അയാളെ
പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം എവിടെയെങ്കിലും പോകാമെന്ന്. കുട്ടികൾക്ക് ക്യാമ്പിംഗ് ഇഷ്ടമാണല്ലോ. അതാ ക്യാമ്പ് സൈറ്റ് ആവാനാണ് സാധ്യത. ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത് ഇയാളുടെ മകനെ സംരക്ഷിക്കാൻ ഇയാൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് നല്ലൊരു അച്ഛനായി മാറാനാണ് അവൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിക്കൊടുക്കുക, ക്യാമ്പ് സൈറ്റിലേക്ക് കൊണ്ടുപോവുക, ഇതൊക്കെയാകാം അയാളും ശ്രമിച്ചിട്ടുണ്ടാവുക. അതിനിടയിലാണ് സിഹോ മരണപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് ആ ഒരു ക്യാമ്പ് സൈറ്റിലായിരിക്കണം സിഹോയുടെ ബോഡി കുഴിച്ചിട്ടിട്ടുണ്ടാവുക. അളിയനും ഇതൊക്കെ ആരെങ്കിലും ചെയ്യോ? അവന് ശരിക്കും ഭ്രാന്താണ്. പിന്നെ അവനെ ക്യാമ്പ് സൈറ്റിലാണോ ബോഡി കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാനാകില്ലല്ലോ. അത് അവനോട് തന്നെ ചോദിക്കണം. ഹാനും അവനാണെങ്കിൽ ആരോടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? പിന്നെ അവൻ മറ്റാരോടും ഒന്നും സംസാരിക്കില്ലായിരിക്കാം. പക്ഷെ സിഹോയോട് അവൻ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഈ പോലീസുകാരനൊരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് സിഹോ എഴുതുന്നത് പോലെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ സിഹോയാണ്. എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മളെന്ന് ഒരുപാട് ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് കളിക്കാനായിട്ട് തോക്കൊക്കെ തന്നില്ലേ? ഇത് കാണുമ്പോ അവനൊന്ന് ഷോക്കാകുന്നുണ്ട്. ഞാൻ എന്തായാലും അവനോട് പോയി സംസാരിച്ചു നോക്കാം. അവൻ പറയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നീയും അളിയനും കൂടി ക്യാമ്പ് സൈറ്റിലേക്ക് പോയിട്ട് അവിടെ ബോഡി ഉണ്ടോ എന്നുള്ള കാര്യം സെർച്ച് ചെയ്യണം. ആ ഫോട്ടോയിലുള്ള അതേ ക്യാമ്പ് സൈറ്റിലായിരിക്കണം അവൻ ബോഡി മറവ് ചെയ്തിരിക്കുന്നത് എന്ന് ഹാനോടും പറയുന്നുണ്ട്. അങ്ങനെ ഇവരും ആ ഒരു ക്യാമ്പ് സൈറ്റിലേക്ക് വരുന്നുണ്ട്. കൂടെ ഫാദറും മറ്റൊരു പോലീസുകാരനും ഉണ്ടായിരുന്നു. അതൊരു വിശാലമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ എവിടെയാണ് ബോഡി കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ഇവർക്കറിയില്ലല്ലോ. ഇവര് രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് അവിടേക്ക് തിരയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഷിന്നും ആ ഒരു പോലീസുകാരനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓ നീയായിരുന്നോ? നീ ശരിക്കും ആരാ എന്നൊക്കെ പറഞ്ഞ് അവനോടും ദേഷ്യപ്പെടുന്നുണ്ട്. നീയാണല്ലേ എനിക്ക് ലെറ്റർ അയച്ചത്? എന്തിനായിരുന്നു ഇതൊക്കെ? അതിനുശേഷം സിഹോ ഇവിടെ ഉണ്ട്. ഇപ്പോ എന്താ നിങ്ങളെ പറയുന്നത്? ഞാൻ ആ കത്തിൽ സിഹോയ്ക്കും നിങ്ങൾക്ക് മാത്രമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്കിതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? വെറുതെ കള്ളം പറയരുത്. നീ സിഹോയെയും മറ്റു കുട്ടിയെയും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിഹോ അത് കാരണമാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവരെ നിന്നെ കുറ്റവാളി എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾക്കൊരു മകനുണ്ടായിരുന്നില്ലേ? അവന് നിങ്ങളൊരു നല്ല അച്ഛനാകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു അച്ഛനല്ലേ? സിഹോയുടെ അച്ഛനമ്മയ്ക്കും അവരുടെ മകനെ നഷ്ടപ്പെട്ടു. അവന്റെ ബോഡി പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരെത്ര വേദനിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് നിങ്ങളെ മനസ്സിലാകും. നിങ്ങളുടെ മകൻ മരിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു അച്ഛനാകാൻ സാധിച്ചില്ല എന്നുള്ള കുറ്റബോധം നിങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റു കുട്ടികളെ സന്തോഷിപ്പിച്ചിട്ട് നിങ്ങളൊരു നല്ല അച്ഛനാവാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ടല്ലേ സിഹോയെയും മറ്റു കുട്ടിയും നിങ്ങൾ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരന്റ്സ് ആണ് അവരുടെ ലോകം. അവരിൽ നിന്നാണ് നിങ്ങൾ ആ കുട്ടികളെ അകറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് സിഹോ ആരാണെന്ന് അറിയില്ല. അവന്റെ പാരന്റ്സ് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പാരന്റ്സ് എന്ന് വിളിക്കാൻ ഒരു അർഹതയില്ല എന്ന് പറഞ്ഞ് അവനും എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്റെ അച്ഛനമ്മയെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. ഷിനിന്റെ ദേഹത്തും പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛനമ്മയും എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്തു തരുമായിരുന്നു. എന്റെ അമ്മ മേക്കപ്പ് പോലും ഉപയോഗിക്കില്ല. ആ പണം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ വാങ്ങി തരുമായിരുന്നു. എന്റെ അച്ഛൻ രാത്രി വരേക്കും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇഷ്ടമുള്ള ബൂട്ടൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നത്. എന്റെ അച്ഛനും അമ്മയാണ് എന്റെ ലോകം. അവരെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. 100 പിസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നതിന് വേണ്ടി അവരെ കുറ്റം പറയാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഞാൻ നിങ്ങളുടെ മകനല്ല. നിങ്ങളുടെ മകൻ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാൻ നിങ്ങളുടെ മകനായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വേദനിക്കുമായിരുന്നു. അയാളും അവൻ പറയുന്നത് കേട്ട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്റെ മകന് നല്ലൊരു അച്ഛനായിട്ട് മാറാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അമ്മയില്ലാതെ അവനെ ഞാൻ വളർത്തി. അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ കരുതി മറ്റൊരു ചാൻസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു അച്ഛനായിട്ട് മാറാൻ എനിക്ക് കഴിയുമായിരുന്നു എന്നാണ്. നിനക്കന്ന് ഒരുപാട് വയ്യെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ചെറിയൊരു പനിയെന്നാണ് ഞാൻ കരുതിയത്. രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോ നീ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. എന്നോട് നീ ക്ഷമിക്കണം. നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ എന്നെ എന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്ത് അയക്കണം. ഞാനിപ്പോ എവിടെയാണുള്ളത് എന്ന് അവനോടും ചോദിക്കുന്നുണ്ട്. അവനും അത് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരും അവിടേക്ക് വന്ന് കുഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. അവരും അവന്റെ ബോഡി കണ്ടെത്തുന്നു. ഇക്കാര്യം അവന്റെ അച്ഛനെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അതറിഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവന്റെ അച്ഛനും അമ്മയും അവനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഒരുപാട് പൂക്കളൊക്കെ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ അവന്റെ ഫോട്ടോയും അവന് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് അവിടെ എല്ലാവർക്കും സുപരിചിതമായിരുന്നു. അവന്റെ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നത് വലിയ വാർത്തയായിരുന്നു. ഇവരും അവിടെ വന്നിരിക്കുന്നുണ്ട്. സിഹോ നിന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അവള് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പൂക്കളുണ്ടല്ലോ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അവന്റെ ബോഡിയൊക്കെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഷിനും അവനെ ഈ ലോകത്ത് നിന്നും മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എനിക്ക് പോകാൻ സമയമായല്ലേ? അതെങ്ങനെ നിനക്കറിയാം? നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അവന് നന്ദി പറയുന്നുണ്ട്. ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡും കത്തിക്കുന്ന സമയം അവനും അവിടെ നിന്ന് അപ്രത്യക്ഷനാകുന്നുണ്ട്. ഇവിടെ ആ ഒരു ചെയർമാനും ഷിൻ ഒരു കേസ് തെളിയിച്ചു എന്നും ആ കുട്ടിയുടെ ബോഡി കണ്ടെടുത്തു എന്നും അയാൾ ന്യൂസിൽ വായിക്കുന്നുണ്ട്. ആ സമയം സുപ്പീരിയറിന്റെ അടുത്തേക്ക് ഒരു ജൂനിയർ വന്നിട്ട് ചെയർമാൻ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ എന്റെ തന്നാ മതി ഞാൻ കൊടുത്തുകൊള്ളാന്ന് അവനും പറയുന്നുണ്ട്. അവനത് പൊട്ടിച്ച് വായിക്കുമ്പോ ഒരു കാര്യം മനസ്സിലാവുന്നു.
മനസ്സിലാവുന്നുണ്ട്. ഇവന്റെ അച്ഛൻ യുഎസിൽ സർജറി കഴിഞ്ഞ് ട്രീറ്റ്മെന്റിലായിരുന്നു. പക്ഷെ അയാള് ട്രീറ്റ്മെന്റ് മുഴുവനായിട്ട് പൂർത്തിയാക്കാതെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നിവനും മനസ്സിലാവുന്നുണ്ട്. ഹാനും ഷിനിനെ കാണാൻ വേണ്ടിട്ട് അവന്റെ റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളും നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നില്ലേ? അവനും അവിടെ എല്ലാം തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രേതങ്ങളെങ്ങാനും ഇനി വന്നാലോ? അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചാലോ? അങ്ങനെ ഷിനും അടുത്ത ദിവസം ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അവനും ഹാനിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഹാനും ഓഫീസിലേക്ക് വരുന്ന സമയം അവനിവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവള് അവനെ വിളിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. സിഹോയുടെ അച്ഛനില്ലേ, അയാളെ എനിക്കൊന്ന് കാണാനായിട്ട് പോകണം. ഒരു സൈൻ വാങ്ങാനായിട്ടുണ്ട്. ഇന്ന് രാത്രിയത്തെ കാര്യം മറക്കരുത്. ഞാൻ സ്ഥലം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. 8 മണിക്ക് വരണമെന്ന് അവളും പറയുന്നുണ്ട്. അവളും കൊഞ്ചിക്കുഴഞ്ഞാണ് ഷിനിനോട് സംസാരിക്കുന്നത്. ഇക്കാര്യം അളിയനും കാണുന്നുണ്ട്. അവളും തിരിഞ്ഞു നോക്കുമ്പോ അളിയനെ കണ്ടിട്ട് അവളൊന്ന് പേടിക്കുന്നുണ്ട്. എന്തുപറ്റി, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. ആ സമയം ഷിന്ന് സിഹോയുടെ അച്ഛനെയും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അയാൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് അയാളൊന്ന് ഷോക്കാകുന്നുണ്ട്. ഷിന്നും അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഒരുപാട് തവണ അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ കതക് തുറക്കുന്നില്ല. കോള് വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ഇയാൾക്ക് ഇത് എന്ത് പറ്റി? എവിടെ പോയതാണ്? ആ സമയം അയാളും വാതിൽ തുറക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ ഇവിടെ അത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് പോകാനായിട്ട് ഷിന്നിനോട് പറയുന്നുണ്ട്. ജയ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നിങ്ങൾ എന്റെ സിഹോയെ കണ്ടെത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ അതെനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ പോകണം. ഇയാളുടെ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമുണ്ട്. ആ സമയം ചെയർമാനും സുപ്പീരിയറും കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. സുപ്പീരിയറിന് അറിയാം അവന്റെ അച്ഛൻ ട്രീറ്റ്മെന്റ് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന്. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. മറ്റാരും നമ്മുടെ കൂടെ കാണില്ല. അവസാന നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്റെ മുത്തശ്ശനല്ലേ എന്റെ അച്ഛൻ. ഞാൻ എന്ത് ചെയ്താലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നില്ല. എപ്പോഴും പറയും നീ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന്, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നിന്നോട് ഞാൻ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ ഞാൻ സംരക്ഷിക്കും. നീ എന്നോടും അങ്ങനെ തന്നെയാണ് ചെയ്തു തരേണ്ടത്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് അയാളും. ഇയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സുപ്പീരിയറിനും മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. ആദ്യമായിട്ടാണ് ഇവന്റെ അച്ഛൻ ഇവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ഷിനിനും അയാൾ എന്താണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ആ സമയമാണ് പ്രോസിക്യൂട്ടർ വിളിച്ചിട്ട് ജയുടെ കേസില്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വിളിക്കുന്നത്. അതിന് ഷിനും ആ കേസ് അയാൾ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം അറിയണം. ജയുടെ അച്ഛൻ ആരാണ്? അദ്ദേഹത്തിന്റെ പേരൊന്ന് കണ്ടുപിടിച്ച് പറയാനായിട്ട് സാധിക്കോ? പ്രോസിക്യൂട്ടറും അത് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാള് 2003 മരിച്ചുപോയി. എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇവനും ആ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴ് ജയുടെ അച്ഛന്റെ ന്യൂസും അതിലുണ്ടായിരുന്നു. അയാളൊരു ടീച്ചറാണെന്നും അയാള് ആത്മഹത്യ ചെയ്തതാണെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ഇവന്റെ അച്ഛനാണ്, അതായത് ഷിനിന്റെ അച്ഛൻ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ജയും ഇയാളോട് സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സുപ്പീരിയറും ചെയർമാന്റെ ലാപ്ടോപ്പില് ഒരു ഹിഡൻ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവൻ അറിയണമായിരുന്നു. അച്ഛന്റെ കാര്യമൊന്നും ഇവൻ അറിയത്തില്ല. അത് അന്വേഷിക്കാൻ വേണ്ടി ഇവൻ ഇത് ചെയ്തേ മതിയാകൂ. ആ സമയം ജയും പുറത്തേക്ക് വരുമ്പോ ഷിന്ന് കാറിൽ തന്നെ ഇരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ലേ? എന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നത്? എനിക്ക് സത്യം അറിയണം. ഞാൻ എന്തൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. എന്താണ് ശരിക്കും നടന്നത്? എന്റെ അച്ഛനും നിങ്ങളുടെ അച്ഛനുമായിട്ട് എന്താ ബന്ധം? നിങ്ങളുടെ അച്ഛന് എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? എന്തിനാ അയാള് ആത്മഹത്യ ചെയ്തത്? ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ അച്ഛനും എന്റെ അച്ഛനും മരിച്ചു പോയില്ലേ? എന്നിരുന്നാലും എനിക്കറിയണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എന്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു. 25 വർഷത്തിനിടയ്ക്ക് 4 തവണ നല്ല ടീച്ചറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. ഒരു കുട്ടിയെ അവിടെയുള്ള മറ്റു കുട്ടികൾ ചേർന്നിട്ട് അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഉപദ്രവിക്കുന്ന ആ കുട്ടികള് വലിയ സമ്പന്നനായ വ്യക്തികളുടെ മക്കളായിരുന്നു. ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ അച്ഛനാണ്. അദ്ദേഹം ഈ ഒരു കേസിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് ആ ഒരു ബുള്ളിയിങ് വഴി ഒരുപാട് പണം കിട്ടിയെന്നും ആ ഒരു സ്കൂളിൽ നിന്ന് ഇയാൾ ഒരുപാട് പണം ഉണ്ടാക്കിയെന്നും സെക്ഷൽ ഹറാസ്മെന്റ് വരെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോ എന്റെ അച്ഛനും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. മിക്കവാറുള്ള കേസ് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് വരെ പണയം വെച്ചിട്ടായിരുന്നു വക്കീൽ ഫീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവസാനം വരെ ഞങ്ങൾ പൊരുതി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതിന് എന്റെ അച്ഛനും ഇതുമായിട്ട് എന്താ ബന്ധം? ചില വലിയ വക്കീലന്മാരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോസിക്യൂട്ടർമാരെ കയ്യിലെടുത്തിട്ട് അവർക്ക് ആ കേസുകൾ ജയിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരാളായിരുന്നു നിങ്ങളുടെ അച്ഛനും. ബുള്ളി ചെയ്യാൻ വന്ന ആ ഒരു കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛൻ എന്റെ അച്ഛനെ ബലിയാടാക്കി. അദ്ദേഹം ചൈന ടൗണിൽ വെച്ചിട്ടായിരുന്നു ഒരു കാറിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും ഒരു ആത്മഹത്യ കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛൻ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ ബെനിഫിറ്റിന് വേണ്ടി. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോഴേക്കും എന്റെ അമ്മ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഷിനിനും ഒരുപാട് വിഷമം വരുന്നുണ്ട്. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞാനിതെല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്റെ അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചതെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരുപാട് ആൾക്കാർ അയാൾ കാരണം വിഷമിക്കുന്നുണ്ടെന്ന്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ചെയ്താലും ഒന്നും മാറില്ലെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ജയ്ക്കും അത് വലിയ വിഷമാകുന്നുണ്ട്. ഇവിടെ സുപ്പീരിയറും ചെയർമാനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളും ആ ഒരു മന്ത്രവാദിയെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അയാളുടെ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് അയാളും. ആ ഷിന്നെങ്ങാനും ആ വ്യക്തിയുടെ ആത്മാവിനെ കണ്ടുപിടിച്ചാ നമ്മുടെ കാര്യം എല്ലാം പുറത്തു വരും. സുപ്പീരിയറിനും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഏത് വ്യക്തിയുടെ കാര്യ അച്ഛൻ ഈ പറയുന്നത്. ഇവിടെ ഷിന്നും അവന്റെ ഓഫീസിൽ ഇരിക്കുകയാണ്. ആ സമയം ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. ഷിന്നും ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഒരാൾ അവിടെ നിൽക്കുന്നത് ഇവനും കാണുന്നുണ്ട്. നിങ്ങൾ ആരാ, എന്തിനാ ഇവിടേക്ക് വന്നത്? അയാളും തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഷിനും ഷോക്കാകുന്നത്. അത് അവന്റെ അച്ഛനായിരുന്നു. അയാളും, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഒരുപാട് വൈകിട്ടുണ്ടല്ലോ, ഞാൻ നാളെ രാവിലെ വരാം. അതിന് ഷിനും, എനിക്ക് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.